കിടിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പൊള്ളിച്ചതാണ്. ഇത് കഴുകി വെച്ച ചിക്കനിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. 1 മണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കണേ. ഇതൊക്കെ ആയിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേ പാനിൽ തന്നെ ഉള്ളി മിക്സിയിൽ ഒന്ന് അരച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം പൊടികളായി 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പൊരിച്ച ചിക്കനും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇലയൊക്കെ നേരത്തെ വാട്ടി വെച്ചിരുന്നു. ഇതിലേക്ക് ചിക്കൻ്റെ മസാലയും ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് അപ്പച്ചമ്പിൽ ഒന്ന് വേവിച്ചെടുക്കാം. 1/2 മണിക്കൂർ കൊണ്ട് ഇതൊന്ന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെ കഴിക്കാനായിട്ട്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.